നമസ്കാരം. പ്രധാന വാർത്തകൾ. കാന്തപുരം എന്തു കുന്തമറിഞ്ഞാലും പറയാനുള്ളത് പറയും. വർഗീയതയാണെങ്കിൽ കേസെടുത്തോളൂ. കേസെടുക്കാൻ വെല്ലുവിളിച്ച് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വർഗീയത പരത്തുന്നതിന് എനിക്കെതിരെ കേസെടുത്തോളൂവെന്നാണ് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി. താനാണോ ഇവിടെ വർഗീയത പരത്തിയതെന്നും തന്റെ സമുദായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെയും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ഒരു സമുദായത്തിനും താൻ എതിരല്ല, എന്നാൽ സാമൂഹിക നീതിക്ക് വേണ്ടി ഇന്നും പറയും, നാളെയും പറയും. തന്നെ ജാതി കോമരമായാണ് ചിത്രീകരിക്കുന്നത്. താൻ എന്ത് തെറ്റാണ് ചെയ്തത്? കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും പറയാനുള്ളത് പറഞ്ഞിരിക്കും. മുട്ടാളന്മാർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പേരാമ്പ്രയിൽ ബസ്സുകൾ തടഞ്ഞ നാട്ടുകാർ, പോലീസുമായി സംഘർഷം. പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലോട് സ്വകാര്യ ബസ് തടയൽ സമരത്തിൽ സംഘർഷം. ബസ് തടയാനെത്തിയ യുവജന സംഘടനകളും പോലീസും തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ കസ്റ്റഡിയിലെടുത്തവരെ നാട്ടുകാർ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. സമരം നേരിടാനെത്തിയ പോലീസിന്റെ വാഹനത്തിന് മുന്നിൽ സമരക്കാർ റീത്ത് വെച്ചു. കുറ്റ്യാടി റൂട്ടിലേക്ക് ഇന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയാൽ തടയുമെന്ന് നാട്ടുകാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യൂത്ത് കോൺഗ്രസ് സമരത്തിൽ ആംബുലൻസ് തടഞ്ഞെന്ന ആരോപണം. ആദിവാസി യുവാവ് മരിച്ചു. വിദ്ര സ്വദേശിയായ ആദിവാസി യുവാവ് ബിനുവാണ് മരിച്ചത്. ആംബുലൻസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതായാണ് ആരോപണം. ഇന്നലെ വൈകിട്ട് വിദ്ര താലൂക്ക് ആശുപത്രിയിലാണ് യൂത്ത് കോൺഗ്രസ് സമരം നടന്നത്. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് യുവാവ് മരിച്ചത്. സംഭവത്തിൽ മെഡിക്കൽ ഓഫീസർ വിദ്ര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഫിറ്റ്നസ് ഇല്ലാത്ത ആംബുലൻസ് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. എന്നാൽ രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. മിഥുന്റെ മരണം. തേവലക്കര സ്കൂൾ മാനേജ്മെന്റിനെതിരെ പോലീസ് കേസെടുത്തു. തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജർ, മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവർ പ്രതികളാകും. ഭാരതീയ ന്യായ സംഹിത 304A വകുപ്പ് പ്രകാരമാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തത്. സൈക്കിൾ ഷെഡ് കെട്ടിയ സമയത്തെ മാനേജ്മെന്റും ആ സമയത്തെ മുഴുവൻ ഭാരവാഹികളും കേസിൽ പ്രതികളാകും. അതേസമയം വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ച പറ്റിയെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA പറഞ്ഞു. ഇതാദ്യമായിട്ടാണ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ സ്ഥലം MLA കൂടിയായ കോവൂർ കുഞ്ഞുമോൻ രൂക്ഷ വിമർശനം നടത്തുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസ്, പ്രതികൾക്ക് പരോൾ. പെരിയ ഇരട്ടക്കൊലക്കേസിലെ 8ാം പ്രതിയായ സുബീഷ് വെളുത്തോളിക്ക് 20 ദിവസത്തെ പരോൾ അനുവദിച്ചു. ഇയാൾ നിലവിൽ കഴിയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് പരോൾ അനുവദിച്ചത്. അസുഖബാധിതനാണെന്നും ശിക്ഷ മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സുബീഷ് നേരത്തെ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നെങ്കിലും അത് കോടതി തള്ളുകയായിരുന്നു. പിന്നാലെയാണ് ജയിൽ അധികൃതർ 20 ദിവസത്തേക്ക് പരോൾ അനുവദിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ സുബീഷ് ഉൾപ്പെടെയുള്ള 10 പ്രതികൾക്കാണ് എറണാകുളം CBI പ്രത്യേക കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. നിപ്പയിൽ ആശ്വാസം. പെരിന്തൽമണ്ണയിലെ 15-കാരിക്ക് നിപ്പയല്ലെന്ന് സ്ഥിരീകരണം. നിപ്പ സംശയത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച 15-കാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. ഇതോടെ പെൺകുട്ടിക്ക് നിപ്പയല്ലെന്ന് സ്ഥിരീകരിച്ചു. കോഴിക്കോട് നടത്തിയ പരിശോധനയിലാണ് നിപ്പ അല്ലെന്ന് തെളിഞ്ഞത്. കുട്ടിക്ക് തലച്ചോറിനെ ബാധിച്ച വൈറൽ പനിയാണെന്നും വിദഗ്ധ ചികിത്സ തുടരുന്നതായും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. മഞ്ഞുരുകുന്നു. രാജ്ഭവനിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഞായറാഴ്ച രാജ്ഭവനിൽ നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്തെന്നാണ് സൂചന. ചർച്ച സൗഹാർദ്ദപരമായിരുന്നുവെന്ന് രാജ്ഭവൻ പ്രതികരിച്ചു. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും രാജ്ഭവൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഭാരതാംബ വിവാദത്തിൽ തുടങ്ങി കേരള സർവകലാശാലയിലെ ഏറ്റുമുട്ടൽ വരെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തിയത്. വടുതലയിൽ ദമ്പതികളെ തീകൊളുത്തിയ സംഭവം. ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ക്രിസ്റ്റഫർ മരിച്ചു. 55% പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു. ഭാര്യ മേരി തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ അയൽവാസി ദമ്പതികളെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. തീ കൊളുത്തിയ വില്യം ആക്രമണത്തിന് പിന്നാലെ തൂങ്ങി മരിച്ചിരുന്നു. തീ കൊളുത്തിയതിന് പിന്നിൽ പകയും വൈരാഗ്യവും എന്നാണ് പോലീസ് പറയുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന അയൽവാസി വില്യമിനെ നിരീക്ഷിക്കാൻ CCTV ക്യാമറ സ്ഥാപിച്ചതോടെയായിരുന്നു കൊല്ലാനുള്ള തീരുമാനം. CPIക്ക് ആദ്യ വനിതാ ജില്ലാ സെക്രട്ടറി. പാലക്കാട് CPI നയിക്കാൻ സുമലത മോഹൻദാസ്. CPIയുടെ സംഘടനാ ചരിത്രത്തിലെ ആദ്യ വനിതാ ജില്ലാ സെക്രട്ടറിയായി സുമലത മോഹൻദാസ്. പാലക്കാട് ജില്ലാ സമ്മേളനത്തിലാണ് പുതിയ ജില്ലാ സെക്രട്ടറിയായി സുമലത മോഹൻദാസിനെ തെരഞ്ഞെടുത്തത്. നിലവിൽ മലമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി, മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ്. 45-അംഗ ജില്ലാ കൗൺസിലും സമ്മേളനം തെരഞ്ഞെടുത്തു.
സ്കൂൾ മേൽക്കൂര തകർന്നു വീണ സംഭവം CPM കോൺഗ്രസ് സംഘർഷം. കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിന്റെ മേൽക്കൂര തകർന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി V ശിവൻകുട്ടിയുടെ ചിത്രം കത്തിച്ച് പ്രതിഷേധിച്ചു. ഇതോടെ CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയായി. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. അവധി ദിവസമായതിനാലാണ് വൻ അപകടം ഒഴിവായത്. കെട്ടിടത്തിൽ ക്ലാസ് പ്രവർത്തിച്ചിരുന്നില്ല എന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. എന്നാൽ ഈ വാദം തെറ്റാണെന്നാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും പറയുന്നത്. സ്കൂളിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം.